ഒന്നും പറയാനില്ല, സൂപ്പറാണ്. ഫീൽ ഗുഡ് മോർണിംഗ്, മനസ്സ് നിറഞ്ഞു. ദിലീപേട്ടൻ ഇത്രയും കാലം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം ചെയ്തില്ലെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. എന്തായാലും ദിലീപേട്ടൻ ആക്ഷൻ ഒരുപാട് ഓവറായിട്ടുള്ള ആക്ഷൻ മൂവി ചെയ്യണേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഫീൽ ഗുഡ്. വളരെ ഒരു ഫീൽ ഗുഡ് മൂവിയാണ്. നമുക്ക് ഫാമിലിക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റിയൊരു മൂവിയാണ്. ഒരുപാട് സന്തോഷം. നല്ലൊരു തിരിച്ചുവരവെന്ന് പറയാൻ പറ്റില്ല, ഉണ്ട് ഇവിടെ തന്നെ. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും നമുക്കൊരു ഫീൽ ഗുഡായിട്ട് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. ഒന്നും പറയാനില്ല, സൂപ്പറാണ്. എന്താ പറയണ്ടേ, നല്ല ഹാപ്പിനെസ് ആണ്. പടം നന്നായിട്ട് വർക്കായിട്ടുണ്ട്. പിന്നെ എന്താ പറയണ്ടേ, ഭയങ്കര ഹാപ്പിനെസ്. എൻ്റെ ആദ്യത്തെ പടമാണ്. അത് നന്നായിട്ട് വന്നതിൽ ഒരുപാട് സന്തോഷം. ഭയങ്കര സന്തോഷം. ആദ്യത്തെ പടം ആയതുകൊണ്ടും പിന്നെ എന്താ പറയണ്ടേന്ന് അറിയില്ല. ഭയങ്കര സന്തോഷം. നല്ല റിവ്യൂസ് കേൾക്കട്ടെ എല്ലാവരും. ഇനിയുള്ള അടുത്ത ദിവസങ്ങളിൽ കാണട്ടെ, കണ്ട് എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറയാം. നല്ലൊരു സിനിമയാണ്. എല്ലാവർക്കും ഫാമിലി ആയിട്ട് കാണാം. ഈ ഒരു വെക്കേഷൻ ടൈമിൽ കാണാൻ പറ്റുന്ന സിനിമയാണ്. എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണാം. നല്ല സിനിമയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഇത് തുടങ്ങും മുന്നേ. ആൻഡ് വിചാരിച്ച പോലെ തന്നെ അടിപൊളിയായിട്ടുണ്ട്. പഴയ ദിലീപേട്ടനെ തിരിച്ചിട്ടിയ പോലെ ഇറ്റ് ഈസ് സോ ഗുഡ്. എല്ലാവരും പോയി കാണാൻ. എൻ്റർടൈനിങ് ആണ്. കുട്ടികൾക്കെല്ലാം നല്ലോണം ഇഷ്ടമാവും. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. കാരണം ഫസ്റ്റ് ടൈം ആണല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു നല്ല പ്രൊഡക്ഷനിൽ ഇത്രയും നല്ല കാസ്റ്റിലൊക്കെ നമ്മളൊരു പാർട്ടാവാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഒരു ഫീൽ ഗുഡ് ഒരു മൂവി. ഇനി അങ്ങോട്ട് ബാക്കി എല്ലാവരും ഓഡിയൻസ് കണ്ടിട്ട് എന്താ പറയുക സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അത്രയേ ഉള്ളൂ. താങ്ക് യു. ദിലീപേട്ടൻ വിളിച്ചു. ഇനിയാണ് എല്ലാവരും വിളിക്കേണ്ടത്. ഇപ്പോഴാണല്ലോ കണ്ട് ഫുൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്. ഇനി വിളിച്ച് പറയണം. ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും പടം കാണാം. നല്ല സിനിമയാണ്. ഫീൽ ഗുഡ് മോർണിംഗ്, മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഒരു സിനിമ. ദിലീപേട്ടൻ ഇത്രയും കാലം നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പടം ചെയ്തില്ലെന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു പടമാണ്. നമ്മൾ അതിനകത്തൊരു ഭാഗമാണ്. അതുകൊണ്ട് മാത്രം പറയുന്നതല്ല, ഒരു കംപ്ലീറ്റ് ഫാമിലി എൻ്റർടൈനറാണ്. ധൈര്യമായിട്ട് പോയിരുന്ന് കാണാം. വി കെയർ ടേക്കർ എന്ന് പറഞ്ഞ ചിത്രം തീർച്ചയായിട്ടും ദിലീപേട്ടൻ്റെ ചിത്രം. ഒരുപാട് നാളുകൾക്ക് ശേഷം എല്ലാം ഒത്തുചേർന്ന ഘടകങ്ങൾ. നമ്മൾ ദിലീപേട്ടനിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർ തമാശയാണ്. ആ കോമഡിക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് നല്ലൊരു പ്രേമകഥ, അതായത് ലവ് സ്റ്റോറി നല്ല രീതിയിൽ തന്നെ വർക്കൗട്ട് ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നവരെല്ലാവരും ഒന്നിനൊന്നും മെച്ചോട്ട് ചെയ്തിട്ടുണ്ട്. ദിലീപ് ഒരു തിരിച്ചുവരവ്, കോമഡി ഇതായിട്ടുള്ള ഒരു തിരിച്ചുവരവ്. പിന്നെ ആക്ഷൻ ഉണ്ട്, സോങ് ഉണ്ട്. അതിൽ വിനീത് കുമാർ നല്ല ഡയറക്ഷൻ ചെയ്തിട്ടുണ്ട്. അതിലെല്ലാവർക്കും ധൈര്യപൂർവ്വം വന്ന് കാണാം. സിനിമ കണ്ട ഷോക്കിലിങ്ങനെ നിൽക്കുവാണ്. കാരണം നല്ലൊരു മൂവി കാണാൻ സാധിച്ചു ദിലീപേൻ്റെ. പിന്നെ ഒരുപാട് പുതുമുഖ നായികമാരെ സിനിമയ്ക്ക് വേണ്ടി കിട്ടിയിട്ടുണ്ട്, മലയാള സിനിമയ്ക്ക് വേണ്ടി. അവരെല്ലാം നല്ല പെർഫോമൻസാണ്. ഇപ്പോൾ ഒരു നായ്ക്കുട്ടി അഭിനയിച്ചിട്ടുണ്ട് ദിലീപേൻ്റെ കൂടെ. അത് നല്ല മനോഹരമായിട്ട് ഓരോ സീൻസ് എന്ന് പറയുന്ന സങ്കടം വരുന്ന സീനുകളാണ്. പിന്നെ പാട്ടാണെങ്കിലും അതിമനോഹരമായ ഗാനങ്ങളാണ്. നല്ല എക്സ്പീരിയൻസ് ആണ്. ദിലീപേട്ടൻ്റെ കൂടെ ഫസ്റ്റ് പടമാണ്. നന്നായിട്ട് വർക്കായിട്ടുണ്ട്. മ്യൂസിക് ആണെങ്കിലും കോമഡി ആണെങ്കിലും റൊമാൻസ് ആണെങ്കിലും എല്ലാം വർക്കായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും പ്രേക്ഷകരെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണുക. പടത്തിന് ഞാൻ എഴുത്തുകാരനാണ്. നമ്മുടെ ജോലി കഴിഞ്ഞു. ഇനി പ്രേക്ഷകർ കണ്ട് തീരുമാനിക്കട്ടെ. ഇവിടെ കണ്ടവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നു. അയ്യോ, വളരെ സന്തോഷം തോന്നി. കാരണം ഞാൻ പറയാം, നമ്മളിപ്പം കുറേ എന്താ പറയുക സ്നേഹത്തോടെ ചെയ്ത കുറച്ച് പാട്ടുകളാണ് സിനിമയായിട്ട് നന്നായിട്ട് വർക്കാവുന്നതെന്ന് എനിക്ക് വിശ്വാസമുള്ള പാട്ടുകളാണ്. അപ്പോൾ അത് ജനങ്ങൾ അതേപോലെ എൻജോയ് ചെയ്തു. പിറകിലാരോ എന്ന് പറഞ്ഞ പാട്ട് കഴിഞ്ഞപ്പോൾ ഒരു കയ്യടിയൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ ലാസ്റ്റ് പാട്ട് വെണ്ണില കന്യക എന്ന് പറഞ്ഞ പാട്ടിലൊക്കെ ശരിക്കും ഓഡിയൻസ് അതിലോട് വളരെ ഇഴകിച്ചേർന്ന് അത് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു എനിക്ക് തോന്നി. അപ്പം അതുകൊണ്ട് തന്നെ ആ ഒരു സിനിമയുടെ അവസാനത്തോട്ടൊക്കെ എത്തുമ്പം പിൻ ഡ്രോപ്പ് സൈലൻസ് ആയിരുന്നു. ആൾക്കാർ അത്രയും എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു എനിക്ക് തോന്നി. അതൊക്കെയാണ് നമുക്ക് ഒരു ടെക്നീഷ്യൻ എന്ന നിലയിൽ നമ്മളവിടെ വിജയിച്ചു. അപ്പോൾ അതിൽ വലിയ സന്തോഷമുണ്ട്. പവിയെ ഇഷ്ടപ്പെട്ടു, ബ്രോയിനെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ അഭിപ്രായത്തിൽ ദിലീപേട്ടൻ്റെ അടുത്തും പോയിട്ടില്ല. പിന്നെ ആ കഥാപാത്രം സിനിമയിലോട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. എന്തായാലും ദിലീപേട്ടൻ ആക്ഷൻ ഒരുപാട് ഓവറായിട്ടുള്ള ആക്ഷൻ മൂവി ചെയ്യണേക്കാളും നല്ലത് ഇങ്ങനെയുള്ള ഫീൽ ഗുഡ് മൂവി ഏതാണ്. ദിലീപേട്ടന് ആ ഒരു രീതിയിൽ കാണാനായിട്ട് ഒരു ക്യൂട്ട്നെസ് ഉണ്ട് ദിലീപേട്ടന്. അത് ഇങ്ങനെയുള്ള പടങ്ങളിലേ കാണാൻ പറ്റും. തീർച്ചയായും ഈ സിനിമയിൽ അത് കാണുന്നുണ്ട്. ദിലീപേട്ടൻ്റെ കൂടെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് അഭിനയിച്ച ആദ്യത്തെ പടമാണെങ്കിൽ കൂടി ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. പുള്ളി ഭയങ്കര ജോളി ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ലൈഫിലും സിനിമയിലും. അപ്പോൾ നമ്മൾ എങ്ങനെയാണോ ദിലീപേട്ടനെ നമ്മൾ കാണാൻ ആഗ്രഹിച്ചത് ആ ഒരു റീ എൻട്രി തന്നെയാണെന്ന് പറയാം. പടം അടിപൊളി.
ഒരു ഫീൽ ഗുഡ് മൂവി, ഫാമിലി അടിപൊളിയായിട്ടുണ്ട്. കോമഡിയൊക്കെ നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. പടം കൊള്ളാം, നല്ലൊരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ്. എല്ലാവരും തിയേറ്ററിൽ വന്ന് തന്നെ കാണണം, അതാണ് എൻ്റെ അഭിപ്രായം. അതെ, കോമഡി പടം എല്ലാവർക്കും കാണാൻ പറ്റിയ പടമാണ്.